എന്നാ എനിക്കൊരു ഐഡിയ ഉണ്ട്. അത് അരുന്ധതിയും വിസ്മയും വിചാരിച്ചാ വർക്കൗട്ടാവും. അതെന്തായാലും പറയൂ ചേച്ചി, ഞാനും മമ്മി അത് ചെയ്യും. അടുത്ത മ്യൂസിക് ഷോയ്ക്ക് മുൻപ് ശ്യാമയെ മാനസികമായിട്ട് പറ്റാവുന്നത്ര തളർത്തുക. അത് പക്ഷെ എങ്ങനെ? പറയാം. ഇത് ഞാനും മോളും ഏറ്റു ഐശ്വര്യേ. ശരി, നാളെ തന്നെ അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യണം. ഡൺ. എങ്കിൽ ഞാൻ ഇറങ്ങുക, നാളെ വിളിക്കാം. ഓക്കെ. മമ്മി എനിക്ക് ഇത്രയും വിഷമമുണ്ടെങ്കിലും ശ്യാമയുടെ കാര്യം കേട്ടപ്പോ സന്തോഷം തോന്നുക. വസുന്ധരാമ ഉൾപ്പെടെ പലരും ശ്യാമയെ ഒരുപാട് ദ്രോഹിച്ചതല്ലേ. ശ്യാമയുടെ പാട്ട് അംഗീകരിക്കാത്തവർക്ക് ഇനി എന്താ പറയാനുള്ളത്? ആ അരുന്ധതിക്കും മോൾക്കും വലിയ തിരിച്ചടിയായത്. എല്ലാം എൻ്റെ കണ്ണിൻ്റെ കടാക്ഷ ചേച്ചി. പിന്നെ എൻ്റെ അഖിൽ സാറിൻ്റെ പിന്തുണയും. അതാ എനിക്ക് അടുത്ത റൗണ്ടിലേക്ക് വിജയിക്കാനായത്. അഖിൽ സാറിനെ പോലെ ഭാര്യയെ സ്നേഹിക്കുന്ന ഒരാളെ കിട്ടിയതാ എൻ്റെ ഭാഗ്യം. എന്നാലും അന്നങ്ങനെ ജയേഷായിട്ട് ഇഷ്യൂ ഉണ്ടായതിനു ശേഷം അശ്വതേച്ചിക്ക് എന്നെ ഒന്ന് വിളിക്കെങ്കിലും ചെയ്യാമായിരുന്നില്ലേ? എന്ത് പ്രശ്നം ഉണ്ടായാലും ശ്രീകുട്ടിയെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകില്ലായിരുന്നോ? അതറിയാ ശ്യാമേ, പക്ഷേ അന്ന് അതിനൊന്നും സമയമുണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള ഓട്ടത്തിലായിരുന്നു ഞാൻ. എന്തായാലും ഇനിയിപ്പോൾ കഴിഞ്ഞത് കഴിഞ്ഞു. ഭാഗ്യത്തിന് ശ്രീകുട്ടി അമൃതയുടെ അടുത്ത് തന്നെ എത്തുകയും ചെയ്തു. അത് തന്നെ എനിക്കും ആകെയുള്ളൊരാശ്വാസം. പക്ഷേ ശ്യാമേ, എനിക്ക് എങ്ങനെയെങ്കിലും ശ്രീകുട്ടി ഒന്ന് കണ്ടാൽ മതിയായിരുന്നു. എന്റെ മോളും എന്നെ കാണാതെ ഒരുപാട് വിഷമിക്കുന്നുണ്ടാവും. അതോർക്കുമ്പോഴാ എനിക്ക് സമാധാനം കിട്ടാത്തത്. ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്നെങ്കിലും അവൾ അറിയിക്കണ്ടേ? മോൾക്ക് അങ്ങനെ കുറച്ച് ആശ്വാസം കിട്ടൂ. അല്ലാതെ ഞാൻ ഈ അവസ്ഥയിൽ എന്ത് ചെയ്യാനാ? അത് ശരിയാ ചേച്ചി. ഇനി ഞാൻ തന്നെ ഇക്കാര്യം മോളോട് പറഞ്ഞാലും ശരിയാവില്ല. അമ്മയെ നേരിട്ട് കണ്ടാലേ അവൾക്ക് ആശ്വാസമാവൂ. പക്ഷെ അതെങ്ങനെ? അരുൺ വിചാരിച്ച പോലും മോളെ ഒന്ന് വീട്ടിൽ നിന്ന് വെളിയിലെത്തിക്കാൻ പറ്റുന്നില്ല. അവിടെ എല്ലാവരും അരുണിനെ സംശയിക്കും. അത് വല്ലാത്തൊരവസ്ഥയാ. പക്ഷെ മോളെ എത്ര നാളിങ്ങനെ വേദനിപ്പിക്കാനാവും? ഒന്ന് കാണാനാ. ഞാൻ ജീവനോടെ ഉണ്ടെന്ന് മോളെ ഒന്ന് അറിയിക്കണം. അത് മതി എനിക്ക്. നോക്കട്ടെ ചേച്ചി, നമുക്കതിന് എന്തെങ്കിലും ഒരു വഴി ആലോചിക്കാം. പക്ഷെ അതെങ്ങനെ ശ്യാമ? എന്തായാലും നേരായ മാർഗത്തിലൊന്നും നടക്കില്ല. നമുക്കല്ലാതെ എന്തെങ്കിലും മാർഗം നോക്കാം. ഇന്ന് രാത്രി ആവട്ടെ, നമുക്കതിന് വേണ്ടത് എന്താന്ന് വെച്ചാൽ ചെയ്യാം. എങ്ങനെ?
എങ്ങനെ ഞാൻ എന്റെ മോളെ കാണാ? ചേച്ചി ചേച്ചി ഒറ്റയ്ക്കല്ല, ഞാനും കൂടെയുണ്ട്. അരുണേണ്ണെ വിളിച്ച് ബാക്കിയെല്ലാം ഒന്ന് സെറ്റാക്കട്ടെ. എന്താ എങ്ങനെയാന്നൊക്കെ ഞാൻ അശ്വതീച്ച് വിളിച്ച് പറയാം. അപ്പോ ഇന്ന് തന്നെ എനിക്ക് മോളെ കാണാൻ പറ്റുമോ? അതെ, ഞാനല്ലേ പറയുന്നേ, അത് നടക്കും. നമ്മൾ രണ്ടുപേരും കൂടി ശ്രീകുട്ടിയെ കാണും, ഉറപ്പ്. ചേച്ചി എന്നാ ഞാൻ പോയിക്കോട്ടെ. ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ചേച്ചിയെ വിളിച്ച് അറിയിച്ചോളാം. ചേച്ചി ധൈര്യമായിരിക്കും. ശരി. എന്റെ ഈശ്വര, എന്റെ മോള് ഇന്നെങ്കിലും അവളുടെ അമ്മ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയുമല്ലോ. എന്റെ കുഞ്ഞിന് അങ്ങനെയെങ്കിലും ഒന്ന് സമാധാനമാവുമല്ലോ. ഭഗവാനെ, അതിനൊരു വഴി ഉണ്ടാക്കി തരണേ. ഇറങ്ങിക്കോ. ശ്യാമേ, നിങ്ങളെത്തിയോ? ആ, ഞങ്ങള് ഗേറ്റിനടുത്തുണ്ടേട്ടാ. അവിടെ തന്നെ നിൽക്ക്. മോളുമായിട്ട് ഞാൻ എന്താ വരുന്നു. ആ, എന്താ ശ്യാമേ? അരുണേട്ട മോളായിട്ട് ഇപ്പം എത്തും. ആ, അരുണിത് എവിടെ പോയി? ഈ പാതിരാത്രിക്ക് എവിടെ പോയതാണെന്ന് അറിയണല്ലോ. ദേ, അരുണേട്ട കുഞ്ഞായിട്ട് വരുന്നുണ്ട്. എന്റെ മോള്. ഈശ്വര, ഇതാരായി രാത്രിയിൽ വാതില് തുറന്നിട്ടെ?
എന്താ അമ്മേ? ഡോർ ആരോ തുറന്നിട്ടിരിക്കുന്നു. ഐശ്വര്യ എടുത്തുണ്ട്. ചേച്ചി വന്നേ, ചേച്ചി വാ. സമയമില്ല, വാ. വേഗം വന്നേ. അമ്മേ, ഞാൻ മോളെ ദേ കള്ളം പറയാൻ നിൽക്കണ്ട. വെറുതെ ഒച്ച വെച്ച് അയൽപക്കക്കാരി ഉണർത്തണ്ട. അകത്തേക്ക് വാ, നമുക്ക് അവിടെ വെച്ച് സംസാരിക്കാം. എനിക്കിന്ന് രണ്ടിലൊന്നും അറിയണം. ഐശ്വര്യോടും കൂടിയേ ഞാൻ പറഞ്ഞേ. തീരുമാനങ്ങളെല്ലാം വീടിനകത്ത്. അകത്തേക്ക് വാ, വരാൻ. ശ്യാമ, എന്റെ മോള്. ആദ്യം ഈ കുഞ്ഞിനെ സെറ്റിയിൽ കിടത്ത്. ചെല്ല. മോളെ അമ്പിളിമാമനെ കാണിക്കാൻ പുറത്തു കൊണ്ടുപോയതാണെന്നോ ശുദ്ധവായു കൊള്ളിക്കാൻ ഇറങ്ങിയതാണെന്നോ അങ്ങനെ ആളെ വിഡ്ഢിയാക്കാനുള്ള സംസാരമൊന്നും എന്റെ അടുത്ത് വേണ്ട. എന്തിനാ നീ ഈ പാതിരാത്രിയിൽ ഈ കുഞ്ഞിനെയും കൊണ്ട് ഗേറ്റിനടുത്തേക്ക് പോയത്? കണ്ടില്ലേ, മിണ്ടാതെ നിൽക്കുന്ന കണ്ടില്ലേ? പറയില്ല, സത്യം പറയില്ല. ഞാൻ ചോദിച്ചതിന് അരുൺ മറുപടി പറഞ്ഞില്ല. പറയില്ലമ്മേ, പറയാൻ പറ്റില്ല. ഒരു കാര്യം എനിക്ക് ഉറപ്പാ, ഗേറ്റിനടുത്ത് അവള് ആ അശ്വതി വന്നിട്ടുണ്ട്. ഇത് ആദിയേട്ടനും അരുണും കൂടിയുള്ള ഒത്തുകളിയാ.
എനിക്ക് അന്നേ സംശയം ഉണ്ടായിരുന്നു. ഈ കുട്ടിയോട് ഇത്ര അടുപ്പം അരുൺ കാണിക്കണമെങ്കിൽ ഇതത് തന്നെയാ. ആദ്യേട്ടന്റെ ആ കള്ള കാമുകിയെ സഹായിക്കുക അരുൺ. പക്ഷെ അരുൺ ഒരു കാര്യം മറന്നു. അമൃതേടത്തി ആ പാവത്തെ വഞ്ചിക്കാൻ നിങ്ങൾ രണ്ടാളും കൂടെ. അമ്മേ, ഇതിനമ്മ ഇന്നൊരു തീരുമാനം ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ അമൃതേടത്തിയുടെ മക്കളുടെ ജീവിതം തകരും. ഈ ശ്രീകുട്ടി ഇനി ഇവിടെ ഒരു നിമിഷം ഉണ്ടാവാൻ പാടില്ല. എവിടേക്കാന്ന് വെച്ചാ മാറ്റും. അമ്മയ്ക്ക് പറ്റില്ലെങ്കിൽ പറ, ഞാനൊരു തീരുമാനം ഉണ്ടാക്കാം ഇപ്പൊ തന്നെ. വേണ്ട, ഇപ്പൊ തന്നെ ഈ കുഞ്ഞിനെ ഇവിടെ നിന്ന് മാറ്റാനുള്ള ഏർപ്പാടുകൾ ഞാൻ ചെയ്യുന്നുണ്ട്. ഐശ്വര്യ പോയി സമാധാനമായിട്ട് ഉറങ്ങ്. ഇതിനെന്താ വേണ്ടതെന്ന് എനിക്കറിയാം. വയ്ക്കോ. ഉറപ്പാണല്ലോ? ഞാനല്ലേ പറയുന്നേ, ഉറപ്പ്. വേണ്ട. അതിനെ എടുക്കാനും കിടത്താനും ഒക്കെ ഇവിടെ വേറെ ആളുകളുണ്ട്. നീ ബുദ്ധിമുട്ടണമെന്നില്ല. അരുണിന് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? കണ്ടോ അമ്മേ, അരുണിന്റെ ഭാവം കണ്ടോ? ഇനിയും ആദ്യേട്ടനെ സഹായിക്കാൻ അരുണിത് ആവർത്തിക്കും. അതിന് ഈ കുഞ്ഞിവിടെ ഉണ്ടായിട്ട് വേണ്ടേ? ഇനി വൈകില്ല. നാളെ എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ഇവളെ ഞാൻ ഇവിടെ നിന്ന് മാറ്റിയിരിക്കും. വസുന്ധരയുടെ തീരുമാനം ഇത്. എന്താ? ഇവിടെ അമൃതാന്റെയോ ആരുമില്ല. തനിച്ചിരിക്കാൻ പേടി തോന്നുക. എന്ന് കരുതി ഇവിടെയാണ് വന്ന് നിൽക്കുക? ചെല്ല്, ചെന്നപ്പുറത്തിരിക്കെ. ഇവിടെ ആരും പേടിപ്പിക്കാനൊന്നും വരില്ല. പറഞ്ഞത് കേട്ടില്ലേ? അപ്പുറത്തെങ്ങാനും ചെന്നിരിക്കുക. പറഞ്ഞ നീ അനുസരിക്കില്ല അല്ലേ? കാല്. അയ്യോ, എന്താ പറ്റി? എന്റെ കാല്. എന്താ പറ്റി? നോക്കി നിൽക്കാതെ ഒന്ന് പിടിക്കടി. ഞാൻ പിടിക്കട്ടെ? എന്നെ വഴക്കുറയോ? ഇല്ല, പിടിക്ക്. പിടിക്ക്. അയ്യോ, എനക്ക് പറ്റുന്നില്ല. ഒന്ന് ശരിക്ക് പിടിക്കു വച്ചേ. അയ്യോ, എന്നെ കൊണ്ട് പറ്റുന്നില്ല. അയ്യോ, അയ്യോ.
ഈശ്വര ഇതെന്തൊരു ഗതികേടാ. പേടിക്കണ കേട്ടോ, ഞാൻ അമൃതാന്റിക്ക് ഫോൺ ചെയ്യാം. വേഗം ചെല്ല്. ദേ, എന്റെ ഫോൺ അവിടെ ഉണ്ട്, അതിൽ അവളുടെ നമ്പർ ഉണ്ട്. ചെന്ന് വിളിക്ക്, വേഗം ചെല്ല്. അയ്യോ ഈശ്വരാ. അയ്യോ എനിക്ക് വയ്യ.